വിവിധ സംസ്ഥാനങ്ങളിൽ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന അതിക്രമത്തിൽ രൂക്ഷ വിമർശനവുമായി ബി.ജെ.പി. രംഗത്ത്. ബംഗ്ലാദേശിൽ അരങ്ങേറുന്ന ഹിന്ദുക്കൾക്കെതിരെയുള്ള കലാപത്തിൽ യുഎസ് സർക്കാരാകട്ടെ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതേപോലെ തന്നെ പശ്ചിമ ബംഗാളിലും സ്ഥിതിഗതികൾ വളരെ രൂക്ഷമാണ്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ പ്രതികരണം അറിയിച്ചുകൊണ്ട് ബി.ജെ.പി. നേതാവായ ദിലീപ് ഘോഷ് രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹമാകട്ടെ വളരെ സജീവമായി തന്നെ ഇപ്പോൾ ബി.ജെ.പിയിൽ പ്രവർത്തിക്കുന്ന നേതാവാണ്. ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന അശാന്തിയെക്കുറിച്ച് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. അയൽ രാജ്യത്തെ സ്ഥിതിഗതികൾ വളരെയധികം അസ്വസ്ഥതമാക്കുന്നു, അല്ലെങ്കിൽ അത് അസ്വസ്ഥതയുണ്ടാക്കുന്നു എന്നതാണ് പശ്ചിമ ബംഗാളിലെ ജനങ്ങൾക്കിടയിൽ വ്യാപകമായ ദുഃഖത്തിന് കാരണമായിരിക്കുന്നത് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ബംഗ്ലാദേശിൽ നടക്കുന്നതെല്ലാം ശരിയല്ല എന്നും അവിടെ ഹിന്ദുക്കൾ മനുഷ്യത്വരഹിതമായ അതിക്രമങ്ങൾ നേരിടുന്നുണ്ട് എന്നും ബംഗ്ലാദേശിൽ നടക്കുന്നതെല്ലാം ശരിയല്ല എന്നും കേന്ദ്ര സർക്കാർ ഞങ്ങളുടെ ഭാഗത്തു നിന്നുകൊണ്ട് തന്നെ വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട് എന്നും പക്ഷേ പശ്ചിമ ബംഗാളിലെ ഹിന്ദുക്കൾക്കെതിരായ മനുഷ്യത്വരഹിതമായ അതിക്രമങ്ങൾ ജനങ്ങൾ വളരെയധികം ദുഃഖിതരായി തന്നെയാണ് അതിനെ കണക്കാക്കുന്നതെന്നും ബി.ജെ.പി. നേതാവായ ദിലീപ് ഘോഷ് ഇവിടെ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് അവസാനിപ്പിക്കാൻ അവിടെ തിരഞ്ഞെടുപ്പ് നടക്കണമെന്നും സർക്കാർ അധികാരത്തിൽ വരണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ബംഗ്ലാദേശ് ക്രിക്കറ്റ് താരമായ മുസ്തഫുർ റഹ്മാനെ വിട്ടയക്കാൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ആവശ്യപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളോട് പ്രതികരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ നീക്കത്തെ സ്വാഗതം ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാൻ കളിക്കാരെ പോലെ തന്നെ ബംഗ്ലാദേശ് കളിക്കാരെയും ഇന്ത്യയിൽ കളിക്കാൻ അനുവദിക്കരുത്. ബംഗ്ലാദേശിലെ സ്ഥിതിഗതികളെ കുറിച്ച് ഇന്ത്യയിൽ വളർന്നു വരുന്ന രാഷ്ട്രീയ പ്രതികരണങ്ങളുടെയും ഇന്ത്യൻ സ്പോർട്സ് ലീഗുകളിൽ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള കളിക്കാരുടെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ചർച്ചകളുടെയും പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് ബംഗ്ലാദേശ് ഫോർ മുസ്തഫർ റഹ്മാനെ അവിടെ വരാനിരിക്കുന്ന IPL 2026 സീസണിലുള്ള ടീമിൽ നിന്ന് ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് കോൺഗ്രസ് നേതാക്കളായ ശശി തരൂരും പ്രിയങ്ക് ഗാർഗിയും ബി.ജെ.പിക്കും ഇന്ത്യൻ ക്രിക്കറ്റ് നിയന്ത്രണ ബോർഡിനും അതിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. ഈ സംഭവ വികാസത്തോട് പ്രതികരിച്ചുകൊണ്ട് തന്നെ തരൂരാകട്ടെ അദ്ദേഹത്തിന്റെ എക്സിലൂടെ തന്നെ ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. തീരുമാനത്തിന് പിന്നാലെ തന്നെ യുക്തിയെ ചോദ്യം ചെയ്യുകയും മതം, ദേശീയത, കായികം എന്നിവ കണക്കിൽ അല്ലെങ്കിൽ കൂട്ടിക്കലർത്തുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അതേപോലെ തന്നെ മുസ്തഫുർ റഹ്മാനെ വിലക്കുന്ന സാഹചര്യത്തിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള എന്റെ വീക്ഷണങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ചോദ്യം ചെയ്യപ്പെടുന്ന ബംഗ്ലാദേശി താരം ലിറ്റൻ ദാസോ സൗമ്യ സർക്കാരോ ആയിരുന്നെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ ആരെയാണ് ഇവിടെ ശിക്ഷിക്കേണ്ടത്? ഒരു രാഷ്ട്രം, ഒരു വ്യക്തി, അവന്റെ മതം, കായിക രംഗത്തെ ഈ ബുദ്ധിശൂന്യമായ അല്ലെങ്കിൽ പ്രവൃത്തി, രാഷ്ട്രീയവൽക്കരണം നമ്മെ എവിടേക്ക് നയിക്കുന്നുവെന്നും തരൂർ ആ പോസ്റ്റിലൂടെ തന്നെ ചോദിക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ വിഷയങ്ങളെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ ബി.ജെ.പി. നേതാവാകട്ടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല പശ്ചിമ ബംഗാളിൽ നിന്നും മമതാ ബാനർജിയെ അവിടെ നിന്നും പടിക്ക് പുറത്താക്കണമെന്ന ആഹ്വാനം തന്നെയാണ് ബി.ജെ.പി. ആദ്യം മുതൽക്കേ തന്നെ ഉയർത്തിക്കാട്ടുന്നത്. മാത്രമല്ല വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അവരെ ഭരണത്തിന് പുറത്തു കളയുകയും ബി.ജെ.പി. അധികാരം പിടിക്കും എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ ഇപ്പോൾ അമിത്ഷാ അടക്കം അവിടെ വലിയ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഇപ്പോൾ പശ്ചിമ ബംഗാളിലേക്ക് എത്തുകയും അവിടെ സ്ഥിതിഗതികൾ അദ്ദേഹം വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല തങ്ങൾക്ക് ബി.ജെ.പിക്ക് അവിടെ കാവിക്കൊടി പാറിക്കാനുള്ള എല്ലാ അവസരങ്ങളും ജനങ്ങളായി തന്നെ ഒരുക്കി നൽകുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് ഇപ്പോൾ അവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.